ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു FTD ഗായ്സ്. അപ്പം നമ്മൾ ദുബായിക്ക് ഞാനൊരു ട്രിപ്പ്, ഞാനും എൻ്റെ ഉമ്മച്ചിയും എൻ്റെ കസിൻസൊക്കെ കൂടി പോവുകയാണ്. അതിൻ്റെ പെട്ടികളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പെട്ടികളുണ്ട്. ഇപ്പം ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്ന പെട്ടിയാണിത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ ഒന്ന് പുതിയതായിട്ടൊന്ന് ഇപ്പോൾ ദുബായിലൊക്കെ പോകുന്ന കാര്യം കൊണ്ട് വാങ്ങിച്ചത്. എങ്ങനെയുണ്ട് പറ കമൻറ്റ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇവിടെ പടക്കമൊക്കെ പൊട്ടിച്ചു. ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ്, ഞങ്ങൾ വിഷുവൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ പടക്കമൊക്കെ പൊട്ടിച്ചത്. കുറേ പടക്കത്തിൻ്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല, ഇത് മാത്രം കിട്ടിയുള്ളൂ. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ രാവിലെ എണീച്ചു, സൂര്യനൊക്കെ കണ്ടിടിച്ചു. അപ്പോൾ ഞങ്ങൾ നേരെ പെട്ടി ഇപ്പോൾ രാവിലെ തന്നെ എണീച്ച് പെട്ടി പാക്ക് ചെയ്യണ തിരക്കിലാണ് ഈ നടക്കുന്നത്. ഇത് ഇന്നലെ പാക്ക് ചെയ്തത്. പിന്നെ ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണതുകൊണ്ട് ഇതാണ് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണത്. പിന്നെ നാളെ ദുബായിക്ക് പോവല്ലേ. ഒരുത്തൻ രാവിലെ എണീച്ച് ടാബും കൊണ്ടിരുന്ന് ചായ കുടിക്കുന്നു, ഒരുത്തനെ പെട്ടി പാക്ക് ചെയ്യാൻ സഹായിക്കുന്നു. ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ചാൽ 8:56. അപ്പോൾ സമയം ഇത്രയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഗായ്സ്, ലാസ്റ്റ് ദിവസമാണ് അതുകൊണ്ട് അവിടെ പോകാനുള്ളത് മുടിയൊക്കെ വെട്ടി. അപ്പോൾ ഇന്ന് ലാസ്റ്റ് നൈറ്റാണ്. നാളെ രാവിലെ പുലർച്ചെ 5 മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇപ്പോൾ എൻ്റെ പേര് എഴുതിയിട്ടുള്ള പെട്ടി. ബാക്കിയുള്ളവരൊക്കെ പേര് എഴുതിയ പെട്ടികളുണ്ട്. പിന്നെ ഇതാണ് ഇപ്പോൾ എടുത്തേക്കണ വണ്ടി. ഇപ്പോൾ ഇന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടി എടുത്തതാണ്. കാരണം കുറേ പെട്ടികളൊക്കെ ഉണ്ടല്ലോ പാക്ക് ചെയ്യാൻ. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ വണ്ടി എടുത്തത് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് ചെയ്യുന്നതല്ല, ഞങ്ങൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ നേരെ അതിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. സങ്കടം. يوجد 8 مخارج على هذه الطائرة. كل المخارج مزودة بزمارات النجاة. അപ്പോൾ ഞങ്ങൾ പ്ലെയിനിൽ കയറി. ഇതാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പ്ലെയിന് എന്തോ ഇതിപ്പോൾ സന്തോഷമുണ്ടോ നിനക്ക്? ദുബായ് പോണ സന്തോഷമുണ്ടോ? നല്ലോണമുണ്ടോ? ഓക്കെ. പിന്നെ ഇപ്പോൾ ഫ്ലൈറ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി എത്ര മണിക്കൂറുണ്ട് യാത്ര? ഒരു രണ്ട് മണിക്കൂർ, 2.5 അത്ര മണിക്കൂറുണ്ട്. ഒരുത്തൻ രാവിലെ ഒരുത്തൻ ടൈം കാണുന്നു, ഒരുത്തനോട് ടൈം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെ തട്ടിപ്പറിച്ചു. എന്നിട്ട് അതിനോട് ക്യാമറ ഓടിക്കാൻ പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ഇതൊന്നും കളിച്ചില്ലെങ്കിൽ ആകെപ്പെട്ടു. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ എത്തിയിട്ട് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന വീട്ടിലവിടെ എത്തിയിട്ടുണ്ട്. ഒരുത്തൻ ഇവിടെ ലാപ്പ് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് വീടും പരിസരം കാണിച്ചു തരാം. ഇത് റെൻറ്റഡ് ഹൗസാണ്. അപ്പോൾ വീടും പരിസരവും കാണിച്ചു തരാം. ഇവിടെ ഇതൊരു റൂമ്, നേരത്തെ കിടക്കുന്നു. ഇതൊരു റൂമ്. ഇവിടെ ഒരു ബാത്റൂം, ബാത്റൂം ചെയ്യും. പിന്നെ ഒരു കിച്ചൺ, പിന്നെ ഹോൾ, ഇവിടെ ഒരു മുറി. ഇതാണ് മാമാടെയും മാമിയുടെയും റൂം. നേരത്തെ ആദ്യം കാണിച്ചാണ് ഞങ്ങളുടെ റൂം. ഇതാണ് ഇപ്പോഴത്തെ പുറത്തത്തെ അവസ്ഥ. എൻ്റെ പൊന്നെ, എത്തുന്നത് നാട്ടിലെ വല്ലുന്ന വെയില. ഞാൻ പുറത്തു. അപ്പോൾ സ്പേസ് ഇത്രേ ഉള്ളൂ. പിന്നെ പുറത്ത് കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്, പക്ഷെ അതിപ്പോൾ കാണിക്കാൻ പറ്റൂല. പുറത്ത് അഞ്ചാതി ഇത്ര ചൂടാ പുറത്ത്. പിന്നെ ഇവിടെ ഒരു കബോർഡ്. പിന്നെ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിർദ്ദേശിച്ചപ്പോൾ എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ഞങ്ങൾ വന്നിട്ട് ലുലുവിലൊക്കെ പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോണതിന് കുറച്ച് ദിവസം മുമ്പ് പോകണമെന്നൊരു പ്ലാൻ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് വ്ളോഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട്.
എന്നെ കളിയാക്കാൻ കുറേ പേരുണ്ട്. ഈ വീഡിയോക്ക് കളിയാക്കുന്നുണ്ട്, കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ ഇൻഷോട്ടിൽ എങ്ങനെയൊക്കെയോ ആണ് പുതിയതായിട്ട് വോയിസ് ഓവറൊക്കെ ചെയ്ത് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. മെയിനായിട്ട് ഞാനിപ്പോൾ ഡാൻസാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്.